ഒരു ഡോക്ടർ എപ്പോഴും ഒരു സമൂഹജീവിയാണ്. സമൂഹത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടൊരു ഡോക്ടർക്ക് നിലനിൽപ്പില്ല. നമ്മുടെ മുന്നിൽ വരുന്ന രോഗികൾ, നിരവധിയായ രോഗികൾ, പല പ്രായത്തിലുള്ളവർ, പല തരത്തിലുള്ളവർ, പല ഭാഗത്തുള്ളവരുണ്ടാവും. ഇവരെല്ലാവരും തന്നെയും ഒരു ഡോക്ടറെ കാണാൻ വരുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് തന്നെയായിരിക്കും. ഇപ്പോഴത്തെ കാലത്തൊരു പ്രശ്നം, ഡോക്ടർമാർ തിരക്കേറിയതാണ്, രോഗികളും തിരക്കുള്ളവരാണ്. മുമ്പുണ്ടായിരുന്ന പോലെ ഊഷ്മളമായ ബന്ധം ഡോക്ടർമാരും രോഗികളും തമ്മിൽ നിർഭാഗ്യവശാൽ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു പ്രൊഫഷനായി തന്നെ ഈ ട്രീറ്റ്മെന്റ് മേഖലയും മാറിക്കഴിഞ്ഞു. ഇതിനിടയിൽ വരുന്ന പല രോഗികളുടെയും സംശയങ്ങൾ, അവർക്ക് സംശയം ചോദിക്കാൻ ചിലപ്പോൾ സാവകാശം കിട്ടുന്നുണ്ടാവില്ല, പറഞ്ഞു കൊടുക്കാനുള്ള സമയം ഡോക്ടർക്ക് ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ഒരുപാട് മിഥ്യാധാരണകളായിട്ട് വരുന്ന രോഗികളുണ്ട്. കുറേയൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഈ രോഗികളെയും ബന്ധുക്കളെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കുറെ അർത്ഥവിവരങ്ങൾ, അർത്ഥസത്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ, ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിരിക്കും ചിലപ്പോൾ അവര് രൂപപ്പെടുത്തി വെക്കുന്നത്. അപ്പൊ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് നമ്മുടെ മുന്നിലുള്ള പല പ്രശ്നങ്ങളും എങ്ങനെ സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ എഴുത്ത് ഞാൻ ആരംഭിച്ചത്. നമ്മൾ നിരവധിയായി കണ്ടുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റുകൾ, ഒരു രോഗി ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിൽ ബന്ധുക്കളുടെ ഇമോഷൻസ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. സ്വാഭാവികമായിട്ടും ആ വേദനയും സങ്കടമൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ അതിന്റെ പേരിൽ അതിന്റെ കാര്യകാരണങ്ങൾ അറിയാതെ ഡോക്ടർമാരെയും ആശുപത്രിയും തല്ലിത്തകർക്ക് ആക്രമിക്കുക എന്നുള്ള ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല. ആ ഇമോഷൻസ് മനസ്സിലാക്കാൻ ഡോക്ടർക്ക് പറ്റിക്കഴിഞ്ഞാൽ, ഇനീഷ്യൽ ഔട്ട് ബേസ്റ്റ് അത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ആ രോഗിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കളുടെ ഭാഗത്തുള്ള ആ ഇമോഷൻസ് അഡ്രസ് ചെയ്യാനും ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ ഒരു പരിധി വരെ ഈ സംഘർഷങ്ങൾ കുറയ്ക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വന്ന കുറെ അനുഭവങ്ങള് ചികിത്സാ രംഗത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരുപാട് അനുഭവങ്ങൾ, അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമുക്കിടയിൽ നിന്നുള്ള പുസ്തകത്തിന്റെ എഴുത്ത് തുടങ്ങുന്നത്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ചാപ്റ്റർ തന്നെ ഒരു പോസ്റ്റ്മോർട്ടം ചുരുളഴിച്ച കഥയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ വേണ്ടപ്പെട്ടവര് മരിക്കുമ്പോൾ അത് അസ്വാഭാവികമായ മരണമാണെങ്കിലും ആകസ്മികമായ മരണമാണെങ്കിലൊക്കെ ഈ പോസ്റ്റ്മോർട്ടം എന്നുള്ള ആൾക്കാർക്ക് വലിയൊരു ടാബുവാണ്. പോസ്റ്റ്മോർട്ടം വേണോ, മരിച്ചിട്ട് കീറി മുറിക്കണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ്. യഥാർത്ഥത്തിൽ ആ പോസ്റ്റ്മോർട്ടം ചെയ്യണോ വേണ്ട തീരുമാനിക്കുന്നത് ആരാണ്, എന്താണ് എന്നുള്ളത് പല രോഗികൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും അറിയില്ല. ഇനി ചില ഡോക്ടർമാർക്ക് പോലും അവരാണ് അത് പോസ്റ്റ്മോർട്ടം തീരുമാനിക്കട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അതല്ല, ആ പോസ്റ്റ്മോർട്ടത്തിലെ തീരുമാനം എടുക്കേണ്ടത് ആ വ്യക്തിയല്ല, അല്ലെങ്കിൽ അതിൽ തീരുമാനം എടുക്കേണ്ടത് ആരാണ് എന്ന് ഇതിൽ പറയും. അത് ചെയ്താലുള്ള ഗുണഗണങ്ങള്, അതൊക്കെയാണ് ആ ചാപ്റ്ററിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള നിരവധിയായ സബ്ജക്റ്റുകൾ, നമ്മൾ പലപ്പോഴും നമ്മളെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങള് ദൂരീകരിക്കാൻ പലപ്പോഴും പറ്റുന്നുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ചോദിക്കാൻ ബാക്കി വെച്ച കാര്യങ്ങൾക്കുള്ളൊരു ഉത്തരം എന്നോണമാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെയും എൻ്റെ ചികിത്സാ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇതിലുള്ള മുഖങ്ങളെല്ലാം നിങ്ങളുടേതുണ്ടാവും, നിങ്ങൾക്ക് പരിചയക്കാരുടേതുണ്ടാവും. അങ്ങനെ ഒരു ആഗ്രഹത്തിൽ അല്ലെങ്കിൽ ഒരു ആശയത്തിൽ നിന്നാണ് നമുക്കിടയിൽ നിന്നുള്ള പുസ്തകം പിറവിയെടുക്കുന്നത്.